തിരഞ്ഞെടുപ്പ് ചൂടിനോടടുക്കുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. കാരണം ഒരുപാട് വർഷങ്ങളായിട്ടാണ് LDF ആണ് ഭരിക്കുന്നതെങ്കിൽ പോലും ഇത്തവണ BJP കട്ടയ്ക്കൊപ്പം ഒപ്പമുണ്ട്. കൂടാതെ UDFും തിരിച്ചുവരവിനായി ഒരുങ്ങുകയാണ്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ ആർക്കൊപ്പമായിരിക്കും? ജനങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് കേട്ട് നോക്കാം. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ആർക്കൊപ്പമായിരിക്കും എന്ന് തോന്നുന്നു? UDFിന്റെ കൂടെ ആയിരിക്കും തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്താ അങ്ങനെ തോന്നാൻ കാരണം? ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. പക്ഷെ കാരണം ചില എല്ലാവരും മടുത്തിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ മിക്കവാറും ഇപ്പോൾ കോൺഗ്രസ് വരാനാണ് സാധ്യത. ഇപ്പൊ BJP ആണല്ലോ നമ്മുടെ പ്രതിപക്ഷമായിട്ടിരിക്കുന്നത്. 35 സീറ്റ് അവർക്ക് ഓൾറെഡി തന്നെ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ കാണുന്നുണ്ടോ? സീറ്റ് കൂടാനോ എന്തെങ്കിലും ചാൻസ് ഉണ്ടായിരിക്കും? 35 തന്നെ കിട്ടുമെന്ന് അവർ നോക്കട്ടെ, നോക്കിയിട്ട് പറയാം. തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്കൊപ്പം വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇവിടെ ബാക്കിയുള്ള കാര്യമെല്ലാം തല കീഴായി കിടക്കുകയില്ല. അപ്പോൾ അവർക്കും കൂടെ ഒരു ചാൻസ് കൊടുത്താലേ ഇവിടെ ബാക്കിയുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. BJP ഇപ്പോൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനം കൂടെ കാണണ്ടേ നമുക്ക്. അപ്പം മറ്റുള്ളവർ പ്രവർത്തിച്ചാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ അവരും കൂടെ കയറി വന്നാലേ അവരുടെ ഇതും കൂടെ നമുക്ക് അറിയാൻ പറ്റും. എല്ലാവരും വരണം, മാറി മാറി വരണം. അല്ലാതെ ഈ കൂട്ടുകെട്ട് അത്ര മുമ്പോട്ട് പോയാൽ വലുതായിട്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടൊരു മാറ്റം വേണം, എന്നായാലും ഒരു മാറ്റം വേണം. ഇനി വരുന്ന തലമുറയ്ക്കായാലും അത് വേണം. തിരുവനന്തപുരം കോർപ്പറേഷൻ ആർക്കൊപ്പമായിരിക്കും തോന്നുന്നു? BJPക്ക് ഒപ്പമായിരിക്കും. ഉറപ്പിച്ച് പറയുന്നു. BJPക്ക് ഒപ്പം വരും കോർപ്പറേഷൻ. നരേന്ദ്രമോദി. എന്താണെങ്കിൽ BJP തന്നെ വരണമെന്ന് പറയാനുള്ളൊരു റീസൺ? നരേന്ദ്രമോദി നല്ല നല്ല കാര്യങ്ങൾ വടക്കേന്ത്യ ഇവിടെ കള്ളന്മാർ കൊള്ളയടിച്ച് സ്വർണ്ണപ്പാളിയൊക്കെ എടുത്തുകൊണ്ട് പോയില്ലേ, പിന്നെ അവനെ വീണ്ടും വരുത്തും. ഇവിടെ ജനങ്ങൾ മാറി ചിന്തിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ ആർക്കൊപ്പമായിരിക്കും തോന്നുന്നു? ജനങ്ങൾ തീരുമാനിക്കും. ഇതുവരെ ഇവരൊക്കെ മാറി മാറി ചെയ്തില്ലേ, അതിന് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാലും ഒരു രാഷ്ട്രീയം എന്തോന്ന് രാഷ്ട്രീയം? പൈസ അങ്ങോട്ട് കൊടുക്കാമെങ്കിൽ പൈസ അങ്ങോട്ട് പോകും. ആള് സ്വാധീനം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകും. ഇത്രയേ ഉള്ളൂ രാഷ്ട്രീയം. അല്ലാതെ നാടിനെ നന്നാക്കണമാർ ഓർത്തമാർ ഇതുപോലെ ഭരണത്തിന് വേണ്ടി വന്നിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ LDFിന് ചാൻസ് കുറവാണ്. എന്താ അങ്ങനെ തോന്നാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അവരുടെ ഇപ്പോഴത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ. വേറെ 6-7 മാസത്തിന് മുമ്പ് ഇതിനകത്തുള്ള ഒരുപാട് പ്രോബ്ലംസ് അവരുണ്ട്, അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാമാണ് എൻ്റെ കാരണം. പക്ഷെ അത് ഡിഫിക്കൽട്ടാണ്. പിടിക്കാൻ ചാൻസ് ഉള്ളത് UDFിനായിരിക്കണം എൻ്റെ കണക്കൂട്ടൽ. പക്ഷേ UDF അതിനും പ്രശ്നമാണ്. വിൻസൈഡിൽ അവർക്ക് പ്രോബ്ലംസ് വീണ്ടും ഉണ്ട്. ഇങ്ങനെ പരസ്പരം പാരപണിയുക, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസും കാര്യങ്ങൾ അൺനെസസറി. അവരൊക്കെ വേണമെങ്കിൽ അവർക്ക് അദ്ദേഹത്തിനൊക്കെ പ്രൊട്ടക്റ്റൊക്കെ ചെയ്യാം. എവിടെ ഇല്ലേ ആ സാഹചര്യം നോക്കിയൊക്കെ ചെയ്യണമായിരുന്നു. പക്ഷേ അതൊന്നും അയാളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിലൊക്കെയാണ് ഇവർ. അപ്പോൾ അതും ജനത്തിന് ചെറിയൊരു ഇതുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ളവർ ഇത് മിസ്റ്റേക്ക് ഇതുവരെ സംഭവിച്ചപ്പോൾ അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ട് ഇവരുടെ ഇവരിൽ വന്നിട്ടില്ല, ഇയാളിൽ വന്നിട്ടില്ല. ഇയാൾ ഡൈനാമിക് പേഴ്സണാണ്. പക്ഷേ ഹ്യൂമൻ ബീയിങ്ങിനല്ലേ, ചെറുപ്പമല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ്. BJP എടുത്തു കഴിഞ്ഞാൽ BJP ആണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ചാൻസ് കാണുന്നുണ്ടോ? അവർക്ക് ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആക്ച്വലി ഒരു 50-50 ആണ് എൻ്റെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എൻ്റെ കാഴ്ചപ്പാടിലാണ്. ഇപ്പോഴത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും കണക്കാണ്. എൻ്റെ കണക്ക് കൂട്ടൽ BJPക്ക് ചാൻസ് ഉണ്ട്. എന്താണ് കൂടുതൽ ഒരു പ്രതീക്ഷ BJPയിൽ അർപ്പിക്കുന്നത്? പത്ത് രാഷ്ട്രീയ രക്ഷയിപ്പോൾ അങ്ങനെയാണ്. ഇപ്പോഴും അങ്ങനെ കമ്മ്യൂണിസ്റ്റിൽ ഒരു മേയർ ഉണ്ടായിരുന്നു. മേയറൊക്കെ എല്ലാവരും പോയി നല്ലൊരു ഭരണം കാഴ്ചവെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ ഉള്ളിൽ UDFിന് വരാൻ സാധ്യത കുറവാണ്. BJP വരാനാണ് സാധ്യത എന്നാണ്. BJP വന്നു കഴിഞ്ഞാൽ ഈ വികസന പ്രവർത്തനം ഇപ്പം ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഇവിടെ ഒരു വാഷ്റൂം ഇല്ല എന്ന്. അതിനൊക്കെ ഒരു പരിഹാരം ചെയ്യാൻ വേണ്ടി ചെയ്യുമെന്നാണ് പറയണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യാമെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു വികസനത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ആർക്കൊപ്പമായിരിക്കും തോന്നുന്നു? BJPക്ക്. എന്താണ് അത്ര ഉറപ്പ്? എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ മനസ്സിന്റെ വിശ്വാസം BJPക്കൊപ്പം തന്നെയാണ്. ഞങ്ങളെ BJP ഇപ്പം വന്നു കഴിഞ്ഞാൽ ഒരുപാട് വികസന പ്രവർത്തനം നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്ന വികസനം? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം പറയാം. ഈ ബൈപ്പാസ് റോഡ്, വിഴിഞ്ഞം തുറമുഖം, ഇത് കേരളം ഈ പിണറായി വിജയൻ ഉണ്ടാക്കിയതല്ല.
വിഴിഞ്ഞം തുറമുഖം നരേന്ദ്രമോദിയാണ് കാശ് കൊടുക്കുന്നത്. ആ കാശ് കൊടുത്ത് ഈ വികസനങ്ങൾ ഇത്രയും വികസനങ്ങൾ വരുമ്പോൾ ഈ പാമ്പിടിച്ച ജനങ്ങളാ 65 ആണ്ടുകൊണ്ട് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഇവിടെ കേരളത്തിൽ ഒന്നും ചെയ്യുന്നില്ല, ഒരു വകകളും ചെയ്യുന്നില്ല. ഇത് കേരളത്തിൽ BJP വരൂ, ഈ കോർപ്പറേഷനിൽ BJP വരൂ, BJP ഭരിക്കൂ. ആർക്കൊപ്പമായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് തോന്നുന്നു? പിന്നെ LDF തന്നെയായിരിക്കും. പക്ഷെ ഒരുപാട് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. നമുക്കെന്താ, ഭരണാധികാരികൾ പിന്നെയും ഭരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അവര് തന്നെ വന്നാൽ മതി. ഭരണം മാറി മാറി വരണം. മാറി മാറി വരണം. ആർക്കാണ് ഒരു chance ജനത്തിന് കാണുന്നത്? നന്മ കിട്ടണമെങ്കിൽ ഭരണം മാറി മാറി വരണം. എന്തായാലും CPM മാറണമെന്ന് ഒരു അഭിപ്രായം അല്ല, ഭരണം ഏത് പാർട്ടിയായിരുന്നാലും ഭരണം മാറി മാറി വരണം.